ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കൂവപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കൂവപ്പൊടിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഇത് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വളരെ നല്ലതാണ്. പിന്നെ വയറുവേദന, വയറിളക്കമൊക്കെ ഉള്ള സമയത്ത് ഇത് വെള്ളത്തിലിട്ട് കാച്ചി കുടിക്കുകയാണെങ്കിൽ അതിന് നല്ല ശമനം കിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കണ്ടു നോക്കാം. ഞാനിതിനു വേണ്ടി 4 കിലോ കൂവ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കാം. കൂവ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പണ്ട് കാലത്തൊക്കെ കൂവ ഉരലിലൊക്കെ ഇട്ട് ഇടിച്ച് പിഴിഞ്ഞെടുത്തിട്ടാണ് കൂവപ്പൊടി ഉണ്ടാക്കിയിരുന്നത്. ഇപ്പോൾ പിന്നെ ഇതുപോലെ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചെടുത്ത് ചെയ്യുന്നത് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കൂവ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയതിന് ശേഷം അരിച്ചെടുക്കാം. ഇത് അരിച്ചെടുക്കുന്നതിന് വേണ്ടി കുഴിയുള്ളൊരു പാത്രത്തിൻ്റെ മുകളിൽ നല്ലൊരു തോർത്ത് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൂവ ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ ഇളക്കി അരിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഒരു തവണ ഞാനിവിടെ മുഴുവൻ കൂവ അരച്ചതും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് തെളിയുന്നതിന് വേണ്ടി മാറ്റി വെക്കാം. ഇനി വീണ്ടും ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതേ രീതിയിൽ തന്നെ അരിച്ചെടുക്കാം. ഇപ്പോൾ രണ്ടാമതും കൂവ ഞാനിവിടെ മുഴുവനായിട്ടും അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും തെളിയുന്നതിന് വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും തെളിയുന്നതിന് വേണ്ടി മാറ്റി വെക്കാം. കൂവ ഞാനിവിടെ 3 തവണ നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്താലും പൊടിയൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് ഇനി ഇത് വേസ്റ്റിലേക്ക് ഇടാം. പണ്ട് കാലത്തൊക്കെ ഇത് വീണ്ടും വെയിലത്ത് വെച്ച് ഉണക്കി ഉരലിലൊക്കെ ഇട്ട് കുത്തിപ്പൊടിച്ച് അരിച്ചെടുത്തിട്ട് അത് വെച്ചിട്ട് പായസം ഉണ്ടാക്കാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 3 മണിക്കൂർ ആയിട്ടുണ്ട്. കൂവ നൂറൊക്കെ താഴേക്കടിഞ്ഞ് വെള്ളം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഊറ്റിയെടുക്കാം. പിന്നെ ഇത് തെളിയാൻ വെക്കുന്നതിന് 3 മണിക്കൂർ വേണം എന്നൊരു സമയത്തിന് കണക്കൊന്നുമില്ല. ഇതിലെ വെള്ളം ക്ലിയറായി വരുന്നതിനനുസരിച്ചിട്ട് ഇത് ഊറ്റിക്കളയാം. ഇപ്പോൾ 3 പാത്രത്തിലുള്ളതും ഞാനിവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് 3ഉം ഒരു അരിപ്പ വഴി അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. അപ്പോൾ ഇതിൽ കൂവയുടെ ചെറിയ തരിയൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം തെളിയുന്നതിന് വേണ്ടി മാറ്റി വെക്കാം. ഇതിലെ വെള്ളം ഇപ്പോൾ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തെളിയുന്നതിന് വേണ്ടി മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ഇതുപോലെ 4 തവണയൊക്കെ വെള്ളം തെളിയിച്ചെടുത്തത് ഉണ്ടാക്കുന്നത് കൊണ്ട് കൂവപ്പൊടിയിലെ അഴുക്കൊക്കെ മുഴുവനായിട്ടും പോയി നല്ല ശുദ്ധമായ നല്ല വെള്ള കളറുള്ള കൂവപ്പൊടി നമ്മൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതിപ്പോൾ 4ാമത്തെ തവണ ആകുമ്പോഴേക്കും വെള്ളമൊക്കെ നല്ലപോലെ തെളിഞ്ഞ് കൂവപ്പൊടിയൊക്കെ അടിയിൽ ഇങ്ങനെ ഊറി നിൽക്കുന്നത് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഇതിലെ വെള്ളം മുഴുവനായിട്ടൊന്ന് ഊറ്റിയെടുക്കാം. ഇതിലെ വെള്ളം ഞാനിവിടെ മുഴുവനായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൂവപ്പൊടിയൊക്കെ ഈ പാത്രത്തിൻ്റെ അടിയിൽ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ കൂവപ്പൊടി മുഴുവനായിട്ടും ഒരു സ്പൂണ് കൊണ്ടൊന്ന് അടർത്തിയെടുക്കാം. കൂവപ്പൊടി ഞാനിവിടെ മുഴുവനായിട്ടും അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ കട്ടകളൊക്കെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. പിന്നെ ഇത് നല്ല വെയിലത്ത് ഒരു പായയോ അല്ലെങ്കിൽ ഒരു ഷീറ്റോ വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നല്ല കട്ടിയുള്ള കോട്ടൺ തുണി വിരിച്ച് അതിലേക്ക് ഈ കൂവപ്പൊടി ഇട്ട് 2-3 ദിവസം നല്ലപോലെ ഒന്ന് ഉണക്കിയെടുക്കാം. പിന്നെ ഇത് കുറച്ചൊന്ന് ചൂടായി വരുന്ന സമയം നമ്മളിതിലെ കട്ടകളൊക്കെ കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കിട്ടും. കൂവപ്പൊടി ഞാനിവിടെ ഒരു 3 ദിവസം നല്ല വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നനവൊന്നുമില്ലാത്ത എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഉണക്കി എടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇത് നമ്മൾക്ക് വർഷങ്ങളോളം കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും.
ഇപ്പോൾ ഒരു മായവുമില്ലാത്ത നല്ല ശുദ്ധമായ കൂവപ്പൊടി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെയായി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.